ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ 40 PYQ ആണ്. നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നോറ ദി ക്യാരക്ടർ സ്ലാംസ് ദ ഡോർ ഇൻ ദ പ്ലേ ബൈ. ഇവിടെ ആദ്യത്തെ ചോദ്യം വരുന്നത്, ആരുടെ നാടകത്തിലാണ് നോറ എന്ന് പറയുന്ന കഥാപാത്രം വാതില് ഡോർ സ്ലാം ചെയ്ത് വലിച്ചടച്ചു പോകുന്നത് എന്നാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ജോൺ ഗാൽസ്വർത്തി, ബെർണാർഡ് ഷോ, ഷെറിഡൻ ആൻഡ് ഹെൻറിക് ഇബ്സൺ. 4 പേരുമാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഉത്തരം എന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഹെൻറിക് ഇബ്സൺ ആണ്. ഇബ്സന്റെ ഡോൾസ് ഹൗസ് എന്ന നാടകത്തിലാണ് അതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നോറ നാടകത്തിന്റെ അവസാനം ഈ വാതിൽ വലിച്ചടച്ചു പോകുന്ന ഒരു സീൻ വരുന്നത്. ആൻസർ വരുന്നത് ഹെൻറിക് ഇബ്സൺ എന്നാണ്. പ്ലേയുടെ പേര് വരുന്നത് ഡോൾസ് ഹൗസ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത്, ദ ടേം ലാങ് ആൻഡ് പെറോൾ വർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. എല്ലാ വർഷത്തെയും കേട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഇത്. ലാങ് ആൻഡ് പെറോൾ, ഈ 2 ടേംസും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് ഫെർഡിനൻഡ് ഡെ സുഷ്യോൾ, റോമൻ ജക്കോബ്സൺ, ജോൺ ബാറ്റ്സ് ആൻഡ് ക്ലോഡ് ലെവി സ്ട്രോസ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഫെർഡിനൻഡ് ഡെ സുഷ്യോർ ആണ് ലാങ് ആൻഡ് പെറോൾ ഈ 2 ടേംസും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം വരുന്നത്, മാർലോ ഇസ് ദ ഹീറോ ഓഫ് ദ പ്ലേ. ഇപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് നാടകത്തിന്റെ ഹീറോ ആണ് മാർലോ എന്ന് പറയുന്ന ക്യാരക്ടർ? ഓപ്ഷൻസ് നോക്കാം. റൈവൽസ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്, ഷീ സ്റ്റൂപ്സ് ടു കോൺകർ ആൻഡ് ദ വേ ഓഫ് ദ വേൾഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒലിവർ ഗോൾഡ് സ്മിത്തിന്റെ ഷീ സ്റ്റൂപ്സ് ടു കോൺകർ എന്ന പ്ലേയിലാണ് നമുക്ക് മാർലോ എന്ന് പറയുന്ന ഹീറോയെ കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, തോമസ് കാർലൈൽ പബ്ലിഷ്ഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ. തോമസ് കാർലൈലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഈ വർക്ക് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 1835, 1836, 1837 ആൻഡ് 1838. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1837ലാണ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന വർക്ക് പബ്ലിഷ് ചെയ്തത്. അതിന്റെ പേര് വരുന്നത് തോമസ് കാർലൈൽ എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഈസ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ പ്ലൂറൽ മോർഫീം ഇൻ ദ വേർഡ് ചർച്ചസ്. ഇപ്പൊ ചേർച്ചസ് എന്ന വാക്കിലെ പ്ലൂറൽ മോർഫീമിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇസ് എന്നാണ് ചേർച്ചസിന്റെ പ്ലൂറൽ മോർഫീമിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ദ ലൈൻസ് ദ ഈവൽ ദറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം, ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇന്റേർഡ് വിത്ത് ദെയർ ബോൺസ് ആർ ഫ്രം ഷേക്സ്പിയേഴ്സ്. ഷേക്സ്പിയറിന്റെ ഒരു വർക്കിലെ ലൈനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഈവൽ that men do lives after them, the good is oft interred with their bonds എന്നാണ് ലൈൻ. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മാക്ബത്ത്, ഹാംലെറ്റ്, ഒഥെല്ലോ ആൻഡ് ജൂലിയസ് സീസർ. ഇതൊക്കെയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ജൂലിയസ് സീസറിലെ ലൈൻസ് ആണ് ഇത്. അടുത്ത ചോദ്യം വരുന്നത്, ടാഗ് മെമിക്സ് എ ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ഹാസ് ബീൻ പ്രൊപ്പൗണ്ടഡ് ബൈ. ടാഗ് മെമിക്സ് എന്ന ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തത്, ആരാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കെന്നത്ത് പൈക്ക്, റോമൻ ജക്കോബ്സൺ, ജോൺ റൂപ്പർട്ട് ഫിർത്ത് ആൻഡ് SM ലാംബ്. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കെന്നത്ത് പൈക്ക് ആണ് ടാഗ് മെമിക്സ് എന്ന ലിംഗ്വിസ്റ്റിക് അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് ടാഗ് മെമിക്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ബേസ്ഡ് ഓൺ ഐഡന്റിഫൈയിങ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഗ്രമറ്റിക്കൽ പൊസിഷൻ ഇൻ ദ സെന്റൻസ് ഓർ ഫ്രേസ് ആൻഡ് ദ ക്ലാസ് ഓഫ് വേർഡ്സ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഫിൽഡ്. ടാഗ് മെമിക്സ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക് അനാലിസിസിൽ ഒരു സെന്റൻസിലെ ഗ്രമറ്റിക്കൽ പൊസിഷൻസിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എന്ത് തരം ഏത് ക്ലാസ്സിലുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം എന്ന് പഠിക്കുകയും ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് അനാലിസിസിനെയാണ് ടാഗ് മെമിക്സ് എന്ന് പറയുന്നത്. അത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് കെന്നത്ത് പൈക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ക്വസ്റ്റ്യൻ ക്യാൻ യു ഹെൽപ്പ് ദ പുവർ ആൻഡ് ദ നീഡി ക്യാൻ ബി റീറിട്ടൺ ഇൻ ദ പാസീവ് വോയിസ് ആസ്. നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ക്യാൻ യു ഹെൽപ്പ് ദ പുവർ ആൻഡ് ദ നീഡി. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെയാ വരാൻ നോക്കാം നമുക്ക് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്യാൻ ദ പുവർ ആൻഡ് ദ നീഡി ബി ഹെൽപ്ഡ് എന്നാണ് ഈ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ദ റിമാർക്ക് ഹെട്രോജനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ ഈസ് മെയ്ഡ് ബൈ. ഇപ്പോൾ ഇവിടെ ഒരു റിമാർക്ക് തന്നിട്ടുണ്ട്. അത് ആരാണ് പറഞ്ഞതെന്നും അത് ആരെ പറ്റിയാണ് പറഞ്ഞതെന്നും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ ഓപ്ഷൻസ് വരുന്നത് T.S. Eliot കോൾറിഡ്ജ്, സാമുവൽ ജോൺസൺ ജോൺ ഡൺ, മാത്യു അർണോൾഡ് ജോൺ ഡ്രൈഡൻ, T.S. Eliot ജോൺ ഡൺ. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്.
സാമുവൽ ജോൺസൺ ജോൺ ഡണ്ണിനെ പറ്റി പറഞ്ഞ സെന്റൻസ് ഒരു റിമാർക്കാണ്, ഹെട്രോജനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ എന്ന്. ജോൺ ഡണ്ണിന്റെ മെറ്റാഫിസിക്കൽ പോയിട്രിയെ പറ്റിയാണ് സാമുവൽ ജോൺസൺ ഈ റിമാർക്ക് പറഞ്ഞത്, ഹെട്രോജനസ് ഐഡിയാസ് യോക്ഡ് ടുഗെദർ ബൈ വയലൻസ് എന്ന്. അടുത്ത ചോദ്യം വരുന്നത്, the staging of a shot by means of setting, costume, lighting and the movement within the frame is called. Options വരുന്നത് miss and scene, miss and abame, montage, snapshot. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മിസ് ആൻഡ് സീൻ എന്നാണ്. അതായത് സെറ്റിങ്ങും കോസ്റ്റ്യൂമും ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റേജ് ചെയ്യുന്നതിനെ, ഒരു കാര്യത്തിന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മിസ് ആൻഡ് സീൻ എന്ന് പറയുന്നത്. അവിടെ ലൈറ്റിങ്ങിനും കോസ്റ്റ്യൂമിനും സെറ്റിങ്ങിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത ചോദ്യം വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓഡിയോ എയ്ഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓഡിയോ എയ്ഡ്? ഓപ്ഷൻസ് നോക്കാം. ചാർട്ട്, ടേപ്പ് റെക്കോർഡർ, സ്ലൈഡ് പ്രൊജക്ടർ ആൻഡ് ഫ്ലാഷ് കാർഡ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ചാർട്ടും സ്ലൈഡ് പ്രൊജക്ടറും ഫ്ലാഷ് കാർഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ അത് വിഷ്വൽ എയ്ഡുകളായിട്ടാണ് വരുന്നത്. ഇതിൽ ഓഡിയോ എയ്ഡ് ആയിട്ട് വരുന്നത് ടേപ്പ് റെക്കോർഡർ ആണ്. ടേപ്പ് റെക്കോർഡറിൽ മാത്രമാണ് അല്ലെ ഓഡിയോ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ടേപ്പ് റെക്കോർഡർ ആണ് ഇവിടെ ഓഡിയോ എയ്ഡ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, when a child learns a language naturally without much practice, it is called language dash. അപ്പോൾ ഒരു കുട്ടി നാച്ചുറലി ഒരു ലാംഗ്വേജ് ആർജിച്ചെടുക്കുന്നതിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം. പ്രാക്ടീസ് ഒന്നുമില്ലാതെ നാച്ചുറലി ഒരു ഭാഷ ആർജിച്ചെടുക്കുന്നതിനെ പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, എക്വിസിഷൻ ആണ്. ലാംഗ്വേജ് എക്വിസിഷൻ ആണ്. നമ്മൾ പഠിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, അവിടെ നാച്ചുറൽ ആയിട്ട് ഒരു ഭാഷ ഇമിറ്റേഷനിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊക്കെ ആർജിച്ചെടുക്കുകയാണ്. അല്ലാതെ ഇതാണ് അക്ഷരങ്ങൾ, ഇതാണ് വാക്ക്, ഇതാണ് ഈ ഭാഷയിലെ ഗ്രാമർ എന്നിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഭാഷ ഒരു കുട്ടി ആർജിച്ചെടുക്കുന്നതിന് ലാംഗ്വേജ് എക്വിസിഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഫോർമൽ ടീച്ചിങ് വരുന്നില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് among the following is not a language skill? താഴെ തന്നിരിക്കുന്നത് ലാംഗ്വേജ് സ്കിൽ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ലാംഗ്വേജ് സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. LSRW ആണ് 4 സ്കിൽസ് ഓഫ് ലാംഗ്വേജ്. L എന്താണ്? L ഈസ് ഫോർ ലിസണിങ്, S സ്പീക്കിംഗ്, R റീഡിങ് ആൻഡ് W റൈറ്റിംഗ്. ഈ 4 സ്കിൽസിനെയാണ് നമ്മൾ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ താഴെ തന്നിരിക്കുന്നതിൽ ലാംഗ്വേജ് സ്കിൽ അല്ലാത്തത് ഏതാണ്? സ്പീക്കിംഗ്, ഹിയറിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഹിയറിംഗ് ആണ് ലാംഗ്വേജ് സ്കിൽ അല്ലാത്തത്. ഈ തന്നിരിക്കുന്നതിൽ ലാംഗ്വേജ് സ്കിൽ അല്ലാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഡിഫ്തോങ്സ് ആർ വവൽ ഗ്ലൈഡ്സ്, വവൽ സൗണ്ട്സ്, ഡബിൾ കൺസണൻസ് ആൻഡ് കോൺസണന്റ് സൗണ്ട്സ്. ഏതാണ് ഡിഫ്തോങ്സ്? ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വവൽ പൊസിഷനിൽ നിന്ന് മറ്റൊരു വവൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാണല്ലേ. അവിടെ ഐ അല്ലെങ്കിൽ ഒയ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വവൽ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് അവിടെ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് വവൽ ഗ്ലൈഡ്സ് എന്നാണ് പറയുക. അവിടെ ഗ്ലൈഡ് ചെയ്തൊരു മൂവ്മെന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഡിഫ്തോങ്സിന് പറയുന്ന മറ്റൊരു പേരാണ് വവൽ ഗ്ലൈഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a diagnostic test in language helps the teacher to identify. എന്ത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഒരു ടീച്ചർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ലാംഗ്വേജിൽ നടത്തുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് സ്റ്റഡി ഹാബിറ്റ്സ് ഓഫ് ലേണേഴ്സ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ സ്റ്റുഡൻസ്, ഇന്റലിജന്റ് ലേണേഴ്സ്, ദ ലേണിംഗ് സ്റ്റൈൽ ഓഫ് ദ സ്റ്റുഡൻസ്. എന്ത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്? നമ്മളിപ്പോ ഒരു അസുഖം വരുമ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്തിനാണ്? എന്താണ് അസുഖം, എവിടെയാണ് എന്നൊക്കെ തിരിച്ചറിയാനാണ് അല്ലെ. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാവാനായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ സ്റ്റുഡൻസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, വിച്ച് among the following is a learner centered instructional method? ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നവർക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അത് അല്ലാതെ ഒരു ടീച്ചർ സെന്റേർഡ് അല്ല. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലേണർ സെന്റേർഡ് മെത്തേഡ്? ഡിക്റ്റേഷൻ, ലെക്ചർ, റോൾ പ്ലേ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറയുന്നത് കുട്ടികൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ലെക്ചറും, ഒരാളാണ് അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നത്. ഇനി ഓപ്ഷൻ ഡി ഡെമോൺസ്ട്രേഷൻ നോക്കുകയാണെങ്കിലും ടീച്ചർ പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന് ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ആയിട്ട് വരുന്നത്. റോൾ പ്ലേ ആണ്. റോൾ പ്ലേയിൽ കുട്ടികളാണ് അവിടെ പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേണേഴ്സ് ആണ് അവിടെ റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പം അവർ തന്നെ ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് എക്വയർ ചെയ്യാനായിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ആയിട്ട് ഇവിടെ വരുന്നത് റോൾ പ്ലേ ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എറർ കറക്ഷൻ ഇൻ സ്റ്റുഡൻസ് റിട്ടൺ വർക്ക്സ് ഇസ് മോസ്റ്റ് ഇഫക്റ്റീവ് വെൻ ദ ടീച്ചർ writes the correct answer on the blackboard
explain the wrong answer to the class, points out the major errors and asks students to self-correct, gives students time and asks them to correct the errors. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കുട്ടികൾ എഴുതിയ റിട്ടേൺ വർക്ക്സിലെ തെറ്റുകൾ ടീച്ചർ തിരുത്തുമ്പോൾ ഏത് മാർഗമാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നാണ്. ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതാണോ, അല്ലെങ്കിൽ റോങ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ, അതോ കുട്ടികൾക്ക് സ്വയം തിരുത്താനായിട്ട് മേജർ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ സമയം കൊടുത്തിട്ട് അവരോട് സ്വയം തിരുത്താൻ പറയുന്നതാണോ എന്നാണ് ചോദ്യം. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അവർ ചെയ്യുന്ന മേജർ എറേഴ്സ്, ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന തെറ്റുകൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സെൽഫ് കറക്ഷന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തമാക്കുകയാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമായിട്ട് വരുന്നത്. സെൽഫ് കറക്ഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ് ആയിട്ട് വരുന്നത്. നമ്മളുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എറർ കറക്ഷനിൽ ടീച്ചർ മേജർ എറേഴ്സ് പറഞ്ഞു കൊടുത്തിട്ട് സെൽഫ് കറക്ഷന് വേണ്ടിയിട്ട് എക്യൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, when they encounter unfamiliar words during a reading activity, students should be asked to. ഇപ്പോൾ ഒരു റീഡിംഗ് ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത വാക്കുകൾ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് സ്പീക്ക് വേർഡ്സ് സോഫ്റ്റ്ലി വൈൽ റീഡിംഗ്, റീഡ് സൈലന്റ്ലി, ഗെസ് ദ മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്, റൈറ്റ് ദ ന്യൂ വേർഡ്. അപ്പോൾ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്ക് വായിക്കുമ്പോൾ വരികയാണെങ്കിൽ സ്റ്റുഡൻസിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏത് അർത്ഥമാണ് വരുന്നത് എന്ന് ഗെസ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ആ വാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് കുട്ടിക്ക് ഗെസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗെസ് ദ മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. അടുത്ത ചോദ്യം വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് എ പോം? ഒരു കവിത പഠിപ്പിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. Enrich imagination, familiarize with natural rhythm of language, understand the rules of grammar, appreciate the thought and mood of the poet. ഇതില് കവിത പഠിക്കുന്നതിന്റെ ലക്ഷ്യമല്ലാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ഓഫ് ഗ്രാമർ. കവിത പഠിപ്പിക്കുമ്പോൾ അവിടെ ഗ്രാമർ പഠിക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻസും വരുന്നില്ല അല്ലെ. ബാക്കി 3 ഓപ്ഷൻസും ഇമാജിനേഷൻ കൂട്ടാനും അല്ലെങ്കിൽ ഭാഷയുടെ നാച്ചുറൽ ഋതം മനസ്സിലാക്കാനും പോയിറ്റിന്റെ തോട്ടും മൂഡൊക്കെ മനസ്സിലാക്കാനും അപ്രിഷിയേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കവിത പഠിക്കുന്നത്. ഗ്രാമർ പഠിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രോസ് ആണ് അല്ലെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കവിത പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ സൈലന്റ് വേ ഈസ് എ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഡിവൈസ്ഡ് ബൈ. സൈലന്റ് വേ മെത്തേഡ് ആരാണ് പ്രൊപ്പോസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് BF സ്കിന്നർ, ജെറാൾഡ് ലേണർ, കാലബ് ഗെറ്റഗ്നോ ആൻഡ് നോം ചോംസ്കി. ആൻസർ ഓപ്ഷൻ സി ആണ്. സൈലന്റ് വേ മെത്തേഡ് കണ്ടുപിടിച്ചത് കാലബ് ഗെറ്റഗ്നോ ആണ്. എല്ലാ എക്സാംസിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സൈലന്റ് വേ മെത്തേഡ് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സൈലന്റ് വേ മെത്തേഡ് നന്നായിട്ട് പഠിച്ചു വെക്കാം. കാലബ് ഗെറ്റഗ്നോ ആണ് പ്രൊപ്പോസ് ചെയ്തത്. പിന്നെ ക്യുസിനയർ റോഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഒരു ടീച്ചിങ് വരുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. TBLT ഇൻ സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ് ഈസ്. സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ TBLT എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, ടൂൾ ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, ടൂൾ ബേസ്ഡ് ലാംഗ്വേജ് ട്രെയിനിങ്, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ട്രെയിനിങ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് TBLT എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which of the following factors influence the academic progress of English language learners? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫാക്ടറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സിന്റെ അക്കാഡമിക് പ്രോഗ്രസിനെ ബാധിക്കുന്ന ഒരു കാര്യം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ലിമിറ്റഡ് പ്രയർ സ്കൂളിംഗ്, നേറ്റീവ് ലാംഗ്വേജ്, ലാക്ക് ഓഫ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾ ഓഫ് ദ എബവ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രയർ സ്കൂളിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാരണം ഓരോ സ്റ്റേജിലും ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ട് പഠിച്ചു വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ലിമിറ്റഡ് പ്രയർ സ്കൂളിംഗ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. നേറ്റീവ് ലാംഗ്വേജ് നമ്മളുടെ മാതൃഭാഷ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസി കുറവും ഇംഗ്ലീഷ് ലേണിംഗിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. ഈ തന്നിരിക്കുന്ന 3 കാര്യങ്ങളും ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം വരുന്നത് ദ പ്രോസസ് റൈറ്റിംഗ് അപ്രോച്ച് ഈസ്. ഓപ്ഷൻസ് വരുന്നത് ഹൊറിസോണ്ടൽ അപ്രോച്ച്, വെർട്ടിക്കൽ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച് ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. പ്രോസസ് റൈറ്റിംഗ് ബിൽഡ്സ് റൈറ്റിംഗ് സ്കിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് റൈറ്റിംഗ് സ്കിൽസ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ചെറിയ സിമ്പിൾ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ താഴെ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് വരുന്നത്. അടുത്ത ചോദ്യം,
ദ പോസ്റ്റ് റീഡിംഗ് ടാസ്ക്സ് ആർ മെന്റ് ഫോർ. എന്തിനാണ് പോസ്റ്റ് റീഡിംഗ് ടാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്? റീടെല്ലിംഗ് ആൻഡ് സമ്മറൈസിംഗ്, ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ്, ഡിസ്കഷൻ ആൻഡ് ക്വസ്റ്റ്യനിങ്, ഓൾ ഓഫ് ദ എബവ്. പോസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വായിച്ചതിന് ശേഷം എന്നാണ് അല്ലെ അർത്ഥം. അപ്പോൾ പോസ്റ്റ് റീഡിംഗ് ടാസ്ക് എന്തിനൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. റീടെല്ലിംഗ് ആൻഡ് സമ്മറൈസിങ്, നമ്മൾ ഓൾറെഡി വായിച്ച കാര്യത്തിന് ഒരു ചെറിയ സമ്മറി പോലെ അതിലെ മെയിൻ പോയിന്റ്സ് മനസ്സിലാക്കാൻ. ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ്, നമ്മളിപ്പോൾ വായിച്ച വർക്കിനെ നന്നായി ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള ഡിസ്കഷനും ചോദ്യങ്ങളും, ഇതിനൊക്കെ നമുക്ക് പോസ്റ്റ് റീഡിംഗ് ടാസ്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഓൾ ഓഫ് ദ എബവ്. പോസ്റ്റ് റീഡിംഗ് ടാസ്കുകളായിട്ട് വരുന്ന കാര്യങ്ങളാണ് സെമ്മറൈസിങ്ങും അനലൈസിങ്ങും ഡിസ്കഷനും ഒക്കെ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡൺ വിതൗട്ട് ലാംഗ്വേജ് ടൂൾ? ലാംഗ്വേജ് ടൂൾ, ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കമ്മ്യൂണിക്കേഷൻ, കൺവേ തോട്ട് പ്രോസസ്, എക്സിബിറ്റ് ക്രിയേറ്റിവിറ്റി, എക്സ്പ്ലെയിൻ അബ്സ്ട്രാക്ട് ഐഡിയാസ്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, എക്സിബിറ്റ് ക്രിയേറ്റിവിറ്റി. നമുക്ക് ഭാഷയില്ലെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി എക്സിബിറ്റ് ചെയ്യാം അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, വിച്ച് among the following ഈസ് ടീച്ചർ സെന്റേർഡ് ഇൻസ്ട്രക്ഷൻ? നമ്മൾ നേരത്തെ ലേണർ സെന്റേർഡ് ആണ് കണ്ടത് അല്ലെ. ഇനി ഇതിൽ ടീച്ചർ സെന്റേർഡ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് നോക്കാം. ലാംഗ്വേജ് ഗെയിംസ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഇതിൽ ലാംഗ്വേജ് ഗെയിംസിൽ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കുട്ടികളുടെ കൂടെയാണ് കളിക്കുന്നത്. കോപ്പറേറ്റീവ് ലേണിംഗിലും ലേണേഴ്സിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ മാത്രം അവിടെ നിന്നിട്ട് പെർഫോം ചെയ്യാണ്, ടീച്ചറാണ് കുട്ടികൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാലും ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് കുട്ടികൾ പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ടീച്ചർ സെന്റേർഡ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡെമോൺസ്ട്രേഷൻ ആണ്. അടുത്ത ചോദ്യം വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് വേർഡ്സ്? താഴെ തന്നിരിക്കുന്നതിൽ വാക്കുകളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? സിന്റക്സ്, സെമാന്റിക്സ്, മോർഫോളജി ആൻഡ് ലെക്സിക്കോൺ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, മോർഫോളജി ആണ്. മോർഫോളജിയിലാണ് വാക്കുകളുടെ സ്ട്രക്ചറും ഫോർമേഷനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ദ വെർബ് ഇൻ ദ അനൗൺസ്മെന്റ് ഹിസ് എക്സലൻസി ദ പ്രസിഡന്റ് വിൽ ബി എൻറ്ററിംഗ് ദ ഹാൾ ഷോർട്ട്ലി ഈസ് ഇൻ ഡാഷ് സെൻസ്. നമുക്കിവിടെ ഒരു അനൗൺസ്മെന്റ് തന്നിട്ടുണ്ട്, അതിലെ വേർബ് ഏത് ടെൻസിലാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ സെന്റൻസിലെ വേർബ് നോക്കുകയാണെങ്കിൽ വിൽ ബി എൻറ്ററിംഗ് എന്നാണ് വരുന്നത്. അപ്പൊ അത് ഏത് ടെൻസിലാണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് ഈ സെന്റൻസിലെ വേർബ് വരുന്നത്. കാരണം വിൽ ബി എൻറ്ററിംഗ് എന്നാണ് അല്ലെ. ഇപ്പൊ വിൽ ബി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. പിന്നെ എൻറ്ററിങ്, അവിടെ ING ഫോം വരുന്നുണ്ട്. ING ഫോം വരികയാണെങ്കിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അടുത്ത ചോദ്യം വരുന്നത്, ദ മെയിൻ പേർപ്പസ് ഓഫ് ടീച്ചിങ് എ ലാംഗ്വേജ് ഈസ് ടു. ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേർപ്പസ് എന്താണെന്നാണ്. acquire elements of language, enable the learner to communicate with clarity, evaluate the potential of a learner, ഐഡന്റിഫൈ ലിംഗ്വിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ഓഫ് ദ ലേണർ. എന്തിനാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്? ഏറ്റവും മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, എനേബിൾ ദ ലേണർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി. ഭാഷ പഠിക്കുന്നതിന്റെ ഏറ്റവും മെയിൻ എയിം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ സെക്കൻഡ് ലാംഗ്വേജ് ഷുഡ് ബി ടോട്ട് ത്രൂ മദർ ടങ് ആൻഡ് ട്രാൻസ്ലേഷൻ by considering learners' background and talents with the help of grammar and rules of language using the target language as much as possible. നമ്മൾ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, യൂസിങ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ആസ് മച്ച് ആസ് പോസിബിൾ. ടാർഗറ്റ് ലാംഗ്വേജ് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റൂ അത്രത്തോളം ഉപയോഗിച്ചാലാണ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. മദർ ടങ് യൂസ് ചെയ്യുന്നതിനേക്കാളും ആ ടാർഗറ്റ് ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എക്വിസിഷൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, a branch of linguistics that concerns with the history and origin of words is. വാക്കുകളുടെ ഹിസ്റ്ററിയെ പറ്റിയും ഒറിജിനെ പറ്റിയും പഠിക്കുന്ന ലിംഗ്വിസ്റ്റിക്സിന്റെ ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് എറ്റിമോളജി, ആക്സിയോളജി, പെഡഗോജി ആൻഡ് ഫിലോളജി ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, എറ്റിമോളജി ആണ്. എറ്റിമോളജിയിലാണ് വാക്കുകളുടെ ഒറിജിനെ പറ്റിയും ഹിസ്റ്ററിയെ പറ്റിയും പഠിക്കുന്നത്. എറ്റിമോളജി എന്ന ലിംഗ്വിസ്റ്റിക് ബ്രാഞ്ചിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ആൻ അഡ്വാൻറ്റേജ് ഓഫ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈസ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാംസിൽ വരുന്നതിന്റെ ഗുണം എന്താണെന്നാണ്. ലെസ് സബ്ജക്ടിവിറ്റി, യൂസ്ഡ് ഫോർ മെഷറിംഗ് സ്പെസിഫിക് സ്കിൽസ്,
Test the ability to assimilate and organize ideas, has no time constraint. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. എസ്സേ ടൈപ്പ് ക്വസ്റ്റിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മൾ പാരഗ്രാഫ് ആയിട്ടാണ് അല്ലെ എഴുതാം. അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫ്സിൽ ആൻസർ എഴുതുമ്പോൾ ആ ഐഡിയാസിനെ എങ്ങനെ നമ്മൾ അസിമുലേറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഏത് രീതിയിലാണ് ഈ പോയിന്റ്സ് ഓർഗനൈസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ടെസ്റ്റ് ദ എബിലിറ്റി ടു എസിമുലേറ്റ് ആൻഡ് ഓർഗനൈസ് ഐഡിയാസ്. ഐഡിയാസിനെ എങ്ങനെ എസിമുലേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a newspaper report is an example of dash learning material. Options: virtual, recorded, authentic and live. Newspaper report എന്ത് ടൈപ്പ് ലേണിംഗ് മെറ്റീരിയൽ ആണ്? അതൊരു ഒത്തന്റിക് ലേണിംഗ് മെറ്റീരിയൽ ആണ്. കാരണം റിയൽ ലൈഫിലെ കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ ന്യൂസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ ഒതന്റിക് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a teacher gives a dictation test in English, pairs students and asks to exchange their answer books and instruct them to evaluate. What type of assessment is this? ഇപ്പോൾ ഒരു ടീച്ചർ ഇംഗ്ലീഷിൽ ഡിക്റ്റേഷൻ എടുക്കുകയാണ്, എന്നിട്ട് കുട്ടികളെ പെയർ ആക്കി, രണ്ടുപേരായിട്ടുള്ള പെയർ ആക്കിയിട്ട് അവരുടെ ആൻസർ ബുക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആൻസർ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇത് എന്ത് ടൈപ്പ് അസസ്മെന്റ് ആണ് എന്നാണ് ചോദ്യം. സമ്മേറ്റീവ് അസസ്മെന്റ്, ഇന്റേണൽ അസസ്മെന്റ്, പിയർ അസസ്മെന്റ് ആൻഡ് ടീച്ചർ അസസ്മെന്റ്. ഇതിലെന്താ ചെയ്യുന്നത്? കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ചെക്ക് ചെയ്യുന്നത്. അവരുടെ ഇടയിൽ തന്നെ ആ കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫ്രണ്ട്സിന്റെ ചെക്ക് ചെയ്യുമ്പോൾ അത് പിയർ അസസ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ സി പിയർ അസസ്മെന്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, കോഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ മോഡൽ ഡിസൈൻഡ് ടു എൻഹാൻസ് ഡാഷ് ഓഫ് ലാംഗ്വേജ് സ്റ്റുഡൻസ്. ഓപ്ഷൻസ്: achievement, speaking skill, reading potential and writing accuracy. Cognitive academic language proficiency കുട്ടികളുടെ അച്ചീവ്മെന്റ് എൻഹാൻസ് ചെയ്യാനായിട്ട്, അക്കാഡമിക് അച്ചീവ്മെന്റ് എൻഹാൻസ് ചെയ്യാനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, അച്ചീവ്മെന്റ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, the total number of fricative sounds in English language is. എത്ര ഫ്രിക്കറ്റീവ് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നത് 9, 8, 5 and 2. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 8 ഫ്രിക്കറ്റീവ് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഏതൊക്കെയാണ് ആ ഫ്രിക്കറ്റീവ് സൗണ്ട്സ് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 ഫ്രിക്കറ്റീവ് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അടുത്ത ചോദ്യം വരുന്നത്, an English teacher describes a scene and asks learners to draw what they have heard. This is a dash. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്യാണ്, എന്നിട്ട് അവരെന്താണ് കേട്ടത് അതിനെപ്പറ്റി വരയ്ക്കാനാണ് പറയുന്നത്, ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റുക? പിക്ചർ സ്റ്റോറി, മ്യൂച്വൽ ഡിക്റ്റേഷൻ, പിക്ചർ നറേഷൻ ആൻഡ് പിക്ചർ കോമ്പോസിഷൻ. ടീച്ചർ പറയുന്നത് കേട്ടിട്ട് കുട്ടികൾ വരയ്ക്കുകയാണ് അല്ലെ. അതിന്റെ ഉത്തരം വരുന്നത് പിക്ചർ കോമ്പോസിഷൻ ആണ്. ഇപ്പോൾ ടീച്ചർ ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിനെ വരയ്ക്കാൻ പറയുന്നതിന് നമുക്ക് പിക്ചർ കോമ്പോസിഷൻ എന്നാണ് പറയുക. അടുത്ത ചോദ്യം വരുന്നത്, ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് വെരി ഇഫക്റ്റീവ് വെൻ ദ ലേണേഴ്സ് ഹാവ് എ സ്കിൽഡ് ലാംഗ്വേജ് ടീച്ചർ, നോ നീഡ് ടു യൂസ് ടെക്സ്റ്റ് ബുക്ക്, മോട്ടിവേഷൻ ആൻഡ് പാരന്റൽ കൺട്രോൾ. കുട്ടികളിൽ എന്തുള്ളപ്പോഴാണ് ലാംഗ്വേജ് ലേണിംഗ് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ടീച്ചർ ആണോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാതെ പഠിക്കുന്നതാണോ, മോട്ടിവേഷൻ ആണോ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൺട്രോൾ ആണോ എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മോട്ടിവേഷൻ ആണ്. കുട്ടികളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായാൽ മാത്രമാണ് ഇഫക്റ്റീവ് ആയിട്ട് ലാംഗ്വേജ് ലേണിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, മോട്ടിവേഷൻ. അടുത്ത ചോദ്യം വരുന്നത്, ഹൗ ക്യാൻ ലേണേഴ്സ് ഫ്രം ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്സ് ബി ബ്രോട്ട് ഇൻ ടു ഇംഗ്ലീഷ് ക്ലാസ് റൂംസ്. ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ, അതായത് പല ഭാഷ സംസാരിക്കുന്ന കുട്ടികളെ എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ കൊണ്ടുവരാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത്, ഗ്രൂപ്പിംഗ് സ്റ്റുഡൻസ് അക്രോസ് ടു ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഗ്രൂപ്പ് ആക്കി എടുക്കുക. അസർട്ടൈനിങ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് ഗ്രൂപ്പിംഗ് അക്കോർഡിംഗ്ലി, ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഗ്രൂപ്പ് ആക്കുക. ബൈ ഗിവിംഗ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, കുട്ടികളുടെ ഇടയിൽ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് കൊടുക്കുക. യൂസിങ് മൾട്ടിലിംഗ്വൽ അപ്രോച്ച്, പല ഭാഷകൾ നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ പല ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയും ക്ലാസ്സിൽ യൂസ് ചെയ്യാം. ഇതിൽ ഏത് യൂസ് ചെയ്താലാണ് നമുക്ക് ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ പറ്റുക? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മൾട്ടിലിംഗ്വൽ അപ്രോച്ച് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം പല കുട്ടികളും പല ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഭാഷകൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിലിംഗ്വൽ അപ്രോച്ച് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, റോയ് read the terms and conditions before signing the warranty card of the newly purchased refrigerator. The reading done by Roy is.
അപ്പോൾ റോയ് ഒരു പുതിയ റെഫ്രിജറേറ്റർ വാങ്ങി. അപ്പൊ ആ റെഫ്രിജറേറ്ററിൽ വാറന്റി കാർഡിലെ എല്ലാ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എന്ന് പറയുന്നു. അപ്പൊ ഈ വായിച്ചത് എന്ത് ടൈപ്പ് റീഡിംഗ് ആണ്? ഇന്റൻസീവ് റീഡിംഗ്, എക്സ്റ്റെൻസീവ് റീഡിംഗ്, ഡ്രാഫ്റ്റ് റീഡിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് നല്ല ആഴത്തിൽ അത് വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇന്റൻസീവ് റീഡിംഗ് ആണ് വരുന്നത്. കെയർഫുള്ളി എല്ലാ കാര്യങ്ങളും അതിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്റൻസീവ് റീഡിംഗ് ആണ്. അപ്പൊ ഈ ചോദ്യത്തോട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ PYQ സെഷൻ കഴിയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.